ചെങ്കടൽ കടന്ന് നീ എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടത്? കർത്താവ് പറയാണ്, ഒരൊറ്റ വാക്കാണ് പറഞ്ഞു വെക്കുന്നത്, മുൻപോട്ട്. നീ മുൻപോട്ട് പോകണം. വചനത്തിൽ എന്തുകൊണ്ട് പുറകോട്ട് എഴുതിയില്ല, സൈഡിലോട്ട് എഴുതിയില്ല? കർത്താവ് പറയാണ്, നീ വച്ച കാല് തന്നെ മുൻപോട്ട് തന്നെ നീ പോകേണ്ടിയിരിക്കുന്നു. ഇത്രമേൽ സഹനത്തിലൂടെ പോയ, ഇത്രമേൽ വേദനയിലൂടെ പോയ, ഇത്രമേൽ ഒറ്റപ്പെടുത്തലിലൂടെ പോയ, അവഗണിക്കുന്ന രീതിയിലൂടെ പോയ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു ജീവിതമായിട്ടുള്ള ഒരു മോശയെ പോലെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരോട് കർത്താവിന് പറയാനുള്ള ഒരു സന്ദേശം ഇതാണ്: നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും നിനക്ക് തോൽക്കാൻ ഞാൻ ഇടവരുത്തില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. യേശുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട തിരുവചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 25 മുതലുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടത്. അതിൽ 28-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്കൊരു ആശ്വാസത്തിന്റെ വചനമാണ് കർത്താവ് നമുക്ക് തരുന്നത്. എന്താണ് വചനം പറഞ്ഞത്? 28-ാമത്തെ തിരുവചനമാണ് പറഞ്ഞു തരുന്നത്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായിട്ടുള്ള നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. അടുത്ത വചനമാണ് വളരെ പ്രധാനപ്പെട്ടത്. വചനം ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്: ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈശോ പറയുന്ന വചനമാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കാരണം എന്താണ്? എൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും ഒത്തിരിയേറെ ഭാരം വഹിച്ചിട്ട് കടന്നു വന്നവരാണ്. നിങ്ങളെല്ലാവരും ഒത്തിരിയേറെ അധ്വാനത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നവരാണ്. ആ വഴികളിലൂടെ കടന്നു പോയപ്പോൾ, അധ്വാനിക്കുമ്പോഴും കുടുംബത്തിന് വേണ്ടി ഭാരങ്ങൾ വഹിക്കുന്ന നിങ്ങൾക്ക് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ, ഹൃദയം തുറന്ന് ഹൃദയത്തിൽ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ എവിടെയും ഞാൻ ആരെയും കണ്ടില്ല. ഈശോ പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് ഓടി വന്നു. യോഹന്നാൻ 6:37 പറയുന്ന വചനം: എൻ്റെ പക്കലേക്ക്, അടുക്കിലേക്ക് കടന്നു വരുന്ന ഒരാളെയും ഞാൻ തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ തള്ളിക്കളയില്ല എന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ആലയത്തിലേക്ക് വന്ന് കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്നത്. ഈശോ പറയുകയാണ്, അങ്ങനെ നിങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യം ഇതാണ്: നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ നിരാശയെ അതെല്ലാം മാറ്റി ഈ ഭവനത്തിൽ നിന്ന് നിങ്ങൾ കടന്നു പോകുമ്പോൾ ആശ്വാസത്തിന്റെ നിറകുടമായിട്ട് നിങ്ങൾ പോകുമെന്ന് കർത്താവ് നമുക്ക് വാഗ്ദാനം തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആലയത്തിൽ വന്ന് ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ, ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എത്ര ഭാരം വഹിച്ചാലും ശരി, എത്ര അധ്വാനിച്ചാലും ശരി, നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കും. ഒരു വാഗ്ദാനം തരികയാണത്. അല്ലാതെ നിങ്ങൾ നിരാശയിൽ അടിമപ്പെടുത്തുമെന്നല്ല പറഞ്ഞ്, ഞാൻ ദുഃഖത്തിലേക്ക് വീണ്ടും വീണ്ടും ആഴ്ന്നിറങ്ങുന്നല്ല പറഞ്ഞ വചനം ഇതാണ്. ഒരു പ്രതീക്ഷയുടെ വചനമാണ്. ഒരു പ്രതീക്ഷയുടെ ഒരു കയറ് നമുക്കിട്ട് തരികയാണ്. നിന്നെ പിടിച്ചുയർത്താൻ വേണ്ടി ഞാൻ നിനക്ക് തരുന്ന ഒരു വാഗ്ദാനമാണ്. നിനക്ക് ഞാൻ ആശ്വാസം തരും. ജോഷുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ഒരു തിരുവചനഭാഗം ഉണ്ട്. അതിങ്ങനെയാണ്: നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാനാവുകയില്ല. അടുത്ത വചനം ഇപ്രകാരം പറയുന്നുണ്ട്: മോശയുടെ കൂടെ എന്ന പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? ആ വചനം ഇങ്ങനെയാണ്: നിന്റെ ജീവിതത്തിൽ തോൽവി നിനക്കുണ്ടാവില്ല. മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ തോറ്റേക്കാം, അതൊക്കെ ശരിയാണ്. മനുഷ്യന്റെ മുൻപിൽ നിങ്ങൾ പരാജിതരായിരിക്കാം, നിങ്ങൾ തകർന്നു പോയവരായിരിക്കാം, വിജയിച്ചിട്ടില്ല എന്ന് പലരും പറഞ്ഞേക്കാം. പക്ഷെ വചനം എന്താണ് പറഞ്ഞു വെക്കുന്നത്? നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാനാവുകയില്ല. അടുത്ത വചനം പറയുകയാണ്: മോശയുടെ കൂടെ എന്ന പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. എന്താണ് അതിനർത്ഥം? മോശയുടെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതിനെ മോശയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലണം. മോശയുടെ ജീവിതത്തിൽ കടന്നു ചെല്ലുന്നത് പുറപ്പാടിന്റെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 22 മുതലുള്ള തിരുവചന ഭാഗങ്ങളുണ്ട്. ആ തിരുവചന ഭാഗങ്ങൾ ആദ്യം എങ്ങനെയാണ് തുടങ്ങുന്നത്? തലക്കെട്ട് എങ്ങനെയാണ്? മാറയിലെ ജലം. ഈ മാറയിലെ ജലത്തിന്റെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ 22-ാമത്തെ വാക്ക് എങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്? മോശ ഇസ്രായേൽക്കാരെ ചെങ്കടൽ കടന്ന് മുൻപോട്ട് നയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയുന്ന വചനം ഇതാണ്: ഇസ്രായേൽക്കാരെ കരം പിടിച്ചുകൊണ്ട് മോശ പറയുകയാണ്, ഞാനിത് ഇസ്രായേൽക്കാരെ മരുഭൂമിയിലൂടെ ഈ ചെങ്കടൽ കടന്ന് ഞാനിതാ മുൻപോട്ട് നയിക്കാൻ ദൈവം എനിക്ക് ഒരു കൃപ നൽകിയിട്ടുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും എന്നോടും കർത്താവ് പറയുന്ന കാര്യം ഇതാണ്: നിന്റെ കരങ്ങളിൽ ഞാനൊരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. നിന്റെ കരങ്ങളിൽ ഇസ്രായേൽ ജനത്തെ തന്നിട്ടുണ്ട്. നിന്റെ കരങ്ങളിൽ നിനക്ക് സ്നേഹിക്കാൻ നിന്റെ കുടുംബത്തെ തന്നിട്ടുണ്ട്. ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ചെങ്കടൽ കടന്ന് നീ എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടത്? കർത്താവ് പറയാണ്, ഒരൊറ്റ വാക്കാണ് പറഞ്ഞു വെക്കുന്നത്: മുൻപോട്ട്. നീ മുൻപോട്ട് പോകണം. വചനത്തിൽ എന്തുകൊണ്ട് പുറകോട്ട് എഴുതിയില്ല, സൈഡിലോട്ട് എഴുതിയില്ല? കർത്താവ് പറയാണ്, നീ വച്ച കാല് തന്നെ മുൻപോട്ട് തന്നെ നീ പോകേണ്ടിയിരിക്കുന്നു. നിന്റെ മുൻപിൽ പ്രതിസന്ധികൾ നിരവധിയാണ്. ഈ മോശയുടെ ജീവിതത്തിൽ എന്താണ് കണ്ടുമുട്ടുന്നത്? അടുത്ത തിരുവചനം വചനത്തിൽ പുറപ്പാടിന്റെ പുസ്തകത്തിൽ 23-24 കണ്ടുമുട്ടുന്നത് ഇങ്ങനെയാണ്: അവർ ഷൂർ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. ഷൂർ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. ഒരിക്കൽ അവൻ ചെങ്കടലിലൂടെ കടന്നു. ചെങ്കടൽ കടന്നിട്ട് ഒരു പ്രയാസപ്പെട്ടാണ് ചെങ്കടൽ കടന്നത്. പിന്നീട് എവിടേക്കാണ് പോകുന്നത്? ഒരു മരുഭൂമിയിലേക്കാണ് പോകുന്നത്. മരുഭൂമിയിൽ വെള്ളമില്ല.
ഒരു കിണറില്ല, ഒരു കുളമില്ല, ഒരു കനാലില്ല, ഒരു വെള്ളത്തിന്റെ അംശനം പോലും കലക്കാതെ ഒരു പച്ചപ്പ് പോലും ഇല്ലാത്ത ഒരു മരുഭൂമിയിലേക്ക് മോശ കടക്കുകയാണ്. ആ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ ചുറ്റുമുള്ളവർ എന്ത് ചെയ്തു? അവരെല്ലാവരും മോശയോട് ചീത്ത പറയാനായിട്ട് തുടങ്ങി. അവർക്ക് ദാഹിച്ചു വലഞ്ഞുകൊണ്ട് നടക്കുന്ന കൂടെയുള്ളവര്, പോരായ്മകളും ബലഹീനതകളും എല്ലാം കൂടെയുള്ളവർ വീണപ്പോൾ മോശയെ എല്ലാവരും പിറുപിറുക്കുന്നുണ്ട്. നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഇസ്രായേലിലായ ഈജിപ്തിലായിരുന്ന ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത്. നീ കാരണമാണ്. നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ട്. നീ കാരണമാണ് ഈ ഭവനത്തിലേക്ക് പല പ്രശ്നങ്ങൾ വരുന്നത്. നീ കാരണമാണ് എന്റെ കുടുംബത്തിന്റെ സ്ഥിതി ഇങ്ങനെയായത്. ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ട മോശ ആരോടും പരാതി പറയാൻ പോയില്ല, ആരോടും പരിതപിക്കാൻ പോയില്ല. അവൻ ചെയ്തത്, വചനം അവനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ വചനഭാഗം വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഒരു വാക്ക് ഇങ്ങനെയാണ്, 3 വാക്കുകളാണ്. അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. അവൻ ചെയ്ത കാര്യം ഇതാണ്. അവന് ആ കുടുംബത്തിൽ നിന്ന്, ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് എല്ലാവരും അവനൊന്നും മനസ്സിലാക്കിയിട്ടില്ല, അവനൊന്നും സ്നേഹിച്ചിട്ടില്ല. ഒരു പ്രതിസന്ധി ആ കുടുംബത്തിൽ വന്നപ്പോ എല്ലാവരുടെയും തനി നിറം മനസ്സിലാവുകയാണ്. എല്ലാവരും അവനെ ഒറ്റുകൊടുക്കുകയാണ്, എല്ലാവരും അവനെ പിച്ചു കയറുകയാണ്. കൂടെയുള്ളവർ പറഞ്ഞു, ഞങ്ങൾക്ക് വെള്ളം തരാമെന്ന് പറഞ്ഞിട്ടാണ് നീ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നത്. വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. ഈ മരുഭൂമിയുടെ യാതനയിലൂടെയാണോ നീ ഞങ്ങളെ നടത്തുന്നെന്ന് പലരും ചോദിച്ചു. അപ്പോഴാണ് മോശ അവരോട് എതിർക്കാനും പരാതി പറയാനും പോയില്ല. അവൻ ചെയ്ത കാര്യം ഇതാണ്, കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ഹല്ലേലൂയ. അതിനുശേഷം എന്താണ് കണ്ടത്? അതിനുശേഷം കണ്ട ഒരു അത്ഭുതം എന്താണെന്നറിയാമോ? അതിനുശേഷം ആ വാക്കിന് ശേഷം എഴുതിയിട്ടുള്ള വചനം ഇതാണ്. അവന്റെ മുൻപിൽ ഒരു തടിക്കഷ്ണം അവൻ കണ്ടു. ആ തടിക്കഷ്ണം അവൻ എന്ത് ചെയ്തു? മാറായിലെ ജലത്തിലോട്ടിട്ടു. ആ ജലം അതുവരെ കുടിച്ചിരുന്നപ്പോഴെല്ലാം കയ്പിന്റെ രുചിയായിരുന്നു, കയ്പ് നിറഞ്ഞ രുചിയായിരുന്നു. അതെല്ലാം കുടിച്ചപ്പോൾ നമ്മൾക്കൊരു ബലഹീനത ഉണ്ടാകുമ്പോൾ, നമ്മൾ പല വെള്ളങ്ങളും അന്വേഷിച്ച് പല ഇടങ്ങളിലേക്കും ഓടി നടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, അവിടെയെല്ലാം കയ്പിന്റെ രുചിയുള്ളതാണ് നമ്മെ മാടി വിളിച്ചത്. അപ്പോൾ അവന്റെ മുൻപിലുള്ള ഈ തടിക്കഷ്ണം അതിലിട്ടപ്പോൾ അവന് എന്ത് സംഭവിച്ചു? മാറായിലെ കയ്പുള്ള ജലം മധുരമായിട്ട് മാറി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇതാണ് ദൈവത്തിന്റെ തിരുവചനത്തിലൂടെ, മോശയുടെ ജീവിതത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യം ഇതാണ്. അവൻ അധ്വാനിച്ചു, ഭാരം വഹിച്ചുകൊണ്ട് പോകുകയായിരുന്നു ഇസ്രായേൽ ജനത്തെ. ആ പോകുന്ന വഴിയിൽ എന്ത് സംഭവിച്ചു? എല്ലാവരും അവനെ പരാതി പറഞ്ഞപ്പോൾ, കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അതുവരെ കാണാതിരുന്ന ഒരു പ്രശ്നപരിഹാരം അവന്റെ മുൻപിലേക്ക് വരികയാണ്. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു പ്രശ്നപരിഹാരം, ഒരു തടികഷ്ണം മുൻപിലിട്ടുകൊണ്ട് കർത്താവ് പറയാണ്, നീ ആ തടികഷ്ണം എടുത്തിട്ട് ആ വെള്ളത്തിലോട്ടിട്, ആ കയ്പിലുള്ള നിന്റെ ജീവിതത്തിലോട്ടിട്. നിനക്കൊരു വചനം കിട്ടുവാണെങ്കിൽ ആ വചനം എടുത്ത് നിന്റെ ജീവിതത്തിലോട്ടിടുമ്പോൾ എന്ത് സംഭവിക്കും? കയ്പുള്ള നിന്റെ ജീവിതം മധുരമാക്കി മാറ്റാൻ കഴിവുള്ളവന്റെ മുൻപിലാണ് നീ ആയിരിക്കുന്നുള്ള വിശ്വാസത്തോടെ നീ ആ വചനം ഏറ്റു പറഞ്ഞാൽ കർത്താവ് നിന്റെ ജീവിതത്തെ അനുഗ്രഹപൂരിതമാക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പല അമ്മമാരും അപ്പന്മാരും ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അവരെല്ലാം നോക്കി മുൻപോട്ട് പോകുമ്പോൾ ഈ മോശയ്ക്ക് കിട്ടിയ വർത്താനം പല മാതാപിതാക്കന്മാർ കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് വേണ്ട, നിങ്ങളെ എനിക്ക് വേണ്ട, നിങ്ങളെ എനിക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാത്ത നമ്മുടെ കൂടെയുള്ളവർ നമ്മെ കുറിച്ച് പറയും, നീ എനിക്കൊരു ബുദ്ധിമുട്ടാണ്, നിങ്ങൾ അമ്മ നിങ്ങൾ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, മോശയെ പോലെ ഓർക്കണം. കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അപ്പോൾ മരുഭൂമിയിലൂടെയും ചെങ്കടലിലൂടെയും വഴി നടത്തിയ ദൈവം അവന്റെ ജീവിതത്തിന് ഒരു മധുരമാക്കി മാറ്റി. ഞാൻ മോശയെ കുറിച്ച് 1-ാമത്തെ അധ്യായം വായിച്ചു പുറപ്പാടിന്റെ പുസ്തകത്തിൽ. അതിൽ കണ്ടുമുട്ടിയ ഒരു രംഗമാണ് ഇപ്രകാരം. ആ രംഗത്ത് എങ്ങനെയാണ്? മോശയുടെ ബാല്യത്തിൽ ഒത്തിരിയേറെ വേദന നിറഞ്ഞ് അവനെ കർത്താവ് ഒരുക്കുന്ന ഒരു രംഗമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, ചെങ്കടൽ കടക്കുമ്പോഴും മരുഭൂമി കടക്കുമ്പോഴും വെള്ളമില്ലാതെ അലഞ്ഞപ്പോഴും കർത്താവ് എന്നെ സംരക്ഷിക്കും. അതിനു മുൻപ് അവന് പാകപ്പെടുത്തിയ ഇന്നലകളുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ 1-ാമത്തെ അധ്യായം പുറപ്പാട് വായിക്കുമ്പോൾ കാണുന്ന ഒരു രംഗമുണ്ട്. അതിങ്ങനെയാണ്, അവൻ ജനിച്ചപാട് അവന്റെ അമ്മ അവനെ ഉപേക്ഷിക്കുന്നുണ്ട്. അവന്റെ അമ്മ അവനെ എവിടെയാണ് ഉപേക്ഷിച്ചത്? നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം. അവനെ ഉപേക്ഷിക്കുന്നത് ഒരു നദിയിലാണ് ഉപേക്ഷിക്കുന്നത്. ആ കുഞ്ഞു പ്രായത്തിൽ നടക്കാൻ പോലും പറ്റാത്ത ആ കുഞ്ഞിനെ ആ വെള്ളത്തിൽ ഉപേക്ഷിക്കുമ്പോൾ ആ ഞാങ്ങണക്കിടയിൽ നിന്ന് വചനം പറഞ്ഞു വെക്കുന്നുണ്ട്, ആ ഞാങ്ങണക്കിടയിൽ നിന്ന് ആ കുഞ്ഞു പൈതല് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കരഞ്ഞുകൊണ്ടിരുന്ന ആ കുഞ്ഞിനെ എന്തുകൊണ്ടാണ് ആ കുഞ്ഞു പ്രായത്തിൽ തന്റെ അമ്മ ഉപേക്ഷിച്ചത്? ഒരു അമ്മയുടെ ഉപേക്ഷയിൽ നിന്ന് ലഭിക്കുന്ന, അവനെ പാകപ്പെടുത്തുന്ന അവന്റെ ഓർമ്മകളുണ്ട്. അവനെ പാകപ്പെടുത്തുകയായിരുന്നു കർത്താവ്. തന്റെ അമ്മയെ തന്നെ ഉപേക്ഷിക്കുന്നു. എന്തിനു വേണ്ടി? ഒരു വെള്ളത്തിലിട്ടുകൊണ്ട് അവനെ തണുപ്പിന്റെ ആ അനുഭവം ചെറുപ്പത്തിൽ അവൻ അനുഭവിച്ചു. കർത്താവ് അവനെ ഒരുക്കുന്നതിന്റെ 1-ാമത്തെ പാഠം, വെള്ളത്തിന്റെ തണുപ്പ് നീ അനുഭവിക്കണം. അനുഭവിച്ചതിന് ശേഷമേ നിനക്ക് നാളെ ചെങ്കടൽ കടക്കാനുള്ള ശക്തി നിനക്ക് ഞാൻ തരുകയുള്ളൂ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നലകൾ നിങ്ങൾക്ക് നൽകിയ ചില മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ചെങ്കടൽ കടക്കാൻ വേണ്ടി, മരുഭൂമി കടക്കാൻ വേണ്ടി കർത്താവ് ഇന്നലകൾ നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന
ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ മോശയുടെ കൂടെ എന്ന പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇത്രമേൽ സഹനത്തിലൂടെ പോയ, ഇത്രമേൽ വേദനയിലൂടെ പോയ, ഇത്രമേൽ ഒറ്റപ്പെടുത്തലിലൂടെ പോയ, അവഗണിക്കുന്ന രീതിയിലൂടെ പോയ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു ജീവിതമായിട്ടുള്ള ഒരു മോശയെ പോലെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോട് കർത്താവിന് പറയാനുള്ള ഒരു സന്ദേശം ഇതാണ്: നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും നിനക്ക് തോൽക്കാൻ ഞാൻ ഇടവരുത്തില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ 1:5, റോമ 8:28 പറയുന്ന വചനം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. മറ്റൊരു വചനം വിശുദ്ധ പൗലോസ് പറയുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്താൻ കഴിയും? പീഡനമോ, നഗ്നതയോ, ആപത്തോ, ദാരിദ്ര്യമോ, വാളോ ഒന്നിനും നിന്റെ ആ സ്നേഹത്തിൽ നിന്ന് വേർപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സമയം കർത്താവിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. കണ്ണുകളുടെ കരങ്ങൾ നെഞ്ചോട് ചേർത്തി വെച്ച് ഈ സമയത്ത് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, ഈ വിശുദ്ധ ബലിയിൽ ഞങ്ങൾ ഒന്ന് ചേർന്ന് പങ്കെടുക്കുമ്പോൾ ദൈവത്തിന്റെ വചനം കൊണ്ട്, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ പൊതിയണമേ. നിങ്ങൾ ഒത്തിരിയേറെ അധ്വാനിക്കുന്നവരാണ്, ഭാരം വഹിക്കുന്നവരാണ്. നിന്റെ ആ വലിയ കരുതലും സ്നേഹവും എന്നും ഞങ്ങൾ കൂടെ ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടെ ഈ വിശുദ്ധ ബലിയിൽ കാസ്യം വിലാസം എടുത്തുയർത്തുമ്പോൾ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം എന്നിലും എന്റെ കുടുംബത്തിലും നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.